എയർലൈൻ കമ്പനികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഡെയിലി വരുന്ന ഏറ്റവും വലിയ ചിലവായിട്ടുള്ള ഫ്യൂവൽ അഥവാ ഇന്ധനമാണ്. ഒറ്റ രാത്രി കൊണ്ട് 50% വരെ വില വർദ്ധിക്കുന്ന ഈ ഒരു ഫ്യൂവൽ പ്രൈസാണ് ഒരു ദിവസം ലാഭത്തിലാണെങ്കിൽ പിറ്റേ ദിവസം വമ്പൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന രീതിയിൽ എയർലൈൻ കമ്പനികളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു പരമ്പരാഗത സിദ്ധാന്തങ്ങളെ എല്ലാം മാറ്റിമറിച്ചൊരു കമ്പനിയുണ്ട്. പറഞ്ഞു വരുന്നത് ഇൻഡിഗോനെ കുറിച്ചിട്ടാണ്. കേട്ടാൽ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന സ്മാർട്ടായിട്ടുള്ള നീക്കങ്ങളിലൂടെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളിലൂടെ ചെറുതായിട്ട് തുടങ്ങി വമ്പന്മാരെ ഇൻഡിഗോ മറികടന്നതിനെ കുറിച്ചിട്ടാണ്. മിക്ക എയർലൈൻ കമ്പനികളും പരാജയപ്പെടുന്നത് നല്ല സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കാത്തത് കൊണ്ടല്ല, മറിച്ച് കടക്കിണിയിൽ വെട്ടിട്ടാണ്. നമ്മുടെ വിജയ് മല്യയുടെ കിങ്ഫിഷർ അടക്കമുള്ള വമ്പൻ ലക്ഷറി എയർലൈൻ കമ്പനികളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ശരിക്കും വിമാന കമ്പനികളുടെ ഭാവി തന്നെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ധനവിലയാണ്. കാരണം ഒരു വിമാന കമ്പനിക്ക് വരുന്ന മൊത്തം ചെലവിൻ്റെ പകുതി ഇന്ധനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്പനി മുടക്കാറുള്ളത്. അതായത് പൈലറ്റിൻ്റെ സാലറി, എയർ ഹോസ്റ്റൽസിൻ്റെ സാലറി ഒക്കെ അടങ്ങുന്ന ബാക്കി ചിലവുകളൊക്കെ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം തുകയാണ്. ഇതുകൊണ്ടാണ് ഇന്ധനവില കൂടിയാലും മിക്ക വിമാന കമ്പനികളും പേടിച്ച് ടിക്കറ്റിൻ്റെ ചാർജ് ഉയർത്തുന്നതും പതിയെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുത്തി നഷ്ടത്തിലേക്ക് ആ ഒരു കമ്പനി തന്നെ പോകുന്നതും. എന്നാൽ ഇൻഡിഗോ ഇത് മനസ്സിലാക്കി ഇതിനെല്ലാം സമീപിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു രീതിയിലായിരുന്നു. അതിലൊന്നാണ് അവരുടെ കോൺട്രാക്ട് സ്ട്രാറ്റജി. നമുക്കറിയാം, സ്പേസ് ജെറ്റ് അടക്കം മിക്ക വിമാന കമ്പനികളും പഴയ വിമാനങ്ങളുടെ പേരിൽ ഒരുപാട് വഴി കേൾക്കാറും അറ്റകുറ്റപ്പണികളുടെയൊക്കെ പേരിൽ ഫ്ലൈറ്റ് മുടങ്ങാറും വലിയ നഷ്ടപരിഹാര തുകകൾ കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഇതിനെല്ലാം മറികടക്കാനാണ് ഇൻഡിഗോ എയർബസ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനിക്ക് ഒരു ബൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടായിരുന്നത്. പല വിമാന കമ്പനികളും ഈ ഒരു എയർബസിൻ്റെ വിമാനങ്ങൾ വാങ്ങിക്കാതെ കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള ബോയിങ്ങിൻ്റെയൊക്കെ വിമാനങ്ങൾ വാങ്ങുന്ന ആ ഒരു സമയത്താണ് എയർബസിൻ്റെ ഈ ഒരു പ്രതിസന്ധി മുതലെടുത്തിട്ട് കുറഞ്ഞ തുകയ്ക്ക് അടുത്ത 10 വർഷത്തേക്കുള്ള വലിയൊരു ഓർഡർ അന്ന് ഇൻഡിഗോ നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് തങ്ങളുടെ നിലനിൽപ്പിനായിട്ട് ഇൻഡിഗോ ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതോടെ കുറഞ്ഞ തുകയ്ക്ക് മികച്ച രീതിയിലുള്ള പുത്തൻ വിമാനങ്ങൾ ഇൻഡിഗോയ്ക്ക് കിട്ടിയെന്നത് മാത്രമല്ല, കൂടുതൽ പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളുന്ന താരതമ്യേന കുറഞ്ഞ ഇന്ധനം മതിയാവുന്ന എയർബസ് A320 ടൈപ്പ് വിമാനങ്ങളാണ് ഇൻഡിഗോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ തന്നെ ഇൻഡിഗോയ്ക്ക് കോടികളുടെ ലാഭമാണ് ഉണ്ടായത്. ഇതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇൻഡിഗോ ഫ്യൂവലിൻ്റെ കാര്യത്തിലും എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ലോങ് ടൈം കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുക, മാക്സിമം ഇന്ധനം കുറവ് വേണ്ട രീതിയിൽ ഫ്ലൈറ്റിൻ്റെ റൂട്ടുകൾ പ്ലാൻ ചെയ്യുക, കുറവ് ഇന്ധനം മതിയാവുന്ന A320 ടൈപ്പ് വിമാനങ്ങൾ യൂസ് ചെയ്യുക എന്നിങ്ങനെ ഇതിലൂടെ മറ്റ് വിമാന കമ്പനികൾ വിമാനത്തിനും ഇന്ധനത്തിനും ചെലവിടുന്ന തുകയിലും വളരെ കുറഞ്ഞ രീതിയിൽ ഇൻഡിഗോയ്ക്ക് അവരുടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് മറ്റുള്ള എയർലൈൻ കമ്പനികൾ ഇന്ധന വില വർധനയെ പഴിച്ചിരുന്ന ആ ഒരു സമയത്ത് അതിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കി അത് കൃത്യമായിട്ട് നടപ്പാക്കി എന്നതാണ് ഇൻഡിഗോനെ ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. അതേപോലെ ഇൻഡിഗോ ഫോളോ ചെയ്ത മറ്റൊരു സിമ്പിൾ റൂളാണ് മറ്റ് വിമാന കമ്പനികൾ ചെയ്യുന്ന ഫ്രീ ഫുഡ്, ബിസിനസ് ക്ലാസ് അടക്കമുള്ള ലക്ഷറി പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നൽകി കുറഞ്ഞ ടിക്കറ്റ് ചാർജ് ഈടാക്കി കൂടുതൽ ട്രാവലേഴ്സിനെ ആകർഷിക്കുക എന്നത്. അതുവഴി കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നതാണ് ഇൻഡിഗോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ സാധാരണക്കാർക്ക് വേണ്ടത് ഫ്രീ ഫുഡോ ബിസിനസ് ക്ലാസ്സോ ഒന്നുമല്ല, കുറഞ്ഞ ടിക്കറ്റ് ചാർജ് ആണെന്ന് ഇൻഡിഗോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ലോകമൊട്ടാകെ ഓയിൽ പ്രൈസ് ഉയർന്നപ്പോഴും മിക്ക എയർലൈൻ കമ്പനികളും നഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻഡിഗോ തങ്ങളുടെ ലോങ് ടൈം കോൺട്രാക്റ്റുകളും ചെലവ് ചുരുക്കലുകളും അടക്കം ഉപയോഗിച്ച് മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് ചാർജ് ഉയർത്താനായിട്ട് നിർബന്ധിതമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ മുതലെടുത്ത് അവിടെയും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇൻഡിഗോയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കിങ്ഫിഷറും എയർ ഇന്ത്യയും അടക്കമുള്ള വമ്പൻ കമ്പനികളെ മറികടന്ന് ഈ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിലെ നമ്പർ 1 എയർലൈൻ ആയത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമാണുള്ളത്. സ്മാർട്ടായിട്ടുള്ള കോൺട്രാക്റ്റുകളും സിമ്പിളായിട്ടുള്ള ബിസിനസ് മോഡലുകൾ ഉപയോഗിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നതുള്ളതാണ്. നമ്മൾക്ക് കൃത്യമായിട്ട് ഭാവി പ്രവചിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ തന്നെ ഒരു കമ്പനീനെ വളർത്തിയെടുക്കുക എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയിട്ടാണ് ഇൻഡിഗോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. എയർലൈൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു എയർലൈൻ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് അവരുടെ ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ഗൈസ്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.